മനുഷ്യരായ നമ്മൾ വിചാരിച്ച പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഈ ഭൂമിയിലുള്ളൂ. ആ സാറ് വിഷമിക്കാതെ. യാമിനി മാഡത്തിന്റെ ഒരു അസുഖല്ലേ, അത് മാറിക്കോളും. ശേഖരനെ യാമിനി എന്ന് പറഞ്ഞ അവന്റെ പ്രാണന്റെ പാതിയ. അതാ ഇത്രയ്ക്ക് മനപ്രയാസം. അത് യാമിനി മാഡം കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കുമ്പോ മാറിക്കോളും. സാറ് വിഷമിക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഒരു അസുഖമാണ്. മനസ്സിന് ചില വേദനകൾ തട്ടുമ്പോ ഉണ്ടാകുന്ന ഒരു വികല്പം, അത്രയേ ഉള്ളൂ. വികല്പോ? അതൊന്ന് ആ എനിക്കെങ്ങും അറിഞ്ഞൂടാ. ഇതൊക്കെയാ ഇവരുടെ ലാംഗ്വേജ്. ഇതിനൊക്കെ ഒറ്റമൂലി ചികിത്സകളുണ്ട്, എനിക്കറിയാം. നോക്കട്ടെ, ഇത് മാറിയില്ലെങ്കിൽ ഞാൻ മാറ്റിത്തരാം. പിന്നെ ഡോക്ടർ കൊച്ചമ്മണി, MBBS SMR PR ലണ്ടൻ. എടാ, നമ്മുടെ ഈ കാഞ്ഞരക്കായും വീട്ടിലെ നെല്ലിക്കായും മാത്രം മതി. മനസ്സിന്റെ ഏത് വികല്പവും ഞാൻ മാറ്റും. പണ്ടേ എന്റെ അച്ഛനീ അസുഖം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയല്ല, ഭയങ്കര കൂടുതലായിരുന്നു. അല്ല, എന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? പ്രശസ്ത ആനക്കാരനായിരുന്നു. പ്രശസ്ത സിനിമാ നടൻ, സാഹിത്യകാരൻ, രാഷ്ട്രീയക്കാരൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പ്രശസ്ത ആനക്കാരൻ അതിപ്പോഴാ കേൾക്കണം. എന്നാ അങ്ങനെ ഉണ്ട്. തെച്ചിക്കര പാച്ചുവാശാൻ. ആനക്കാരനായ എന്റെ അച്ഛന്റെ പേര് അങ്ങനെയായിരുന്നു. അല്ല, അപ്പ ജയന്റെ അപ്പൂപ്പന്റെ പേര് തെച്ചിക്കര പാപ്പുവാശാൻ എന്നായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു അപ്പൂപ്പനെയും തൊപ്പിപ്പാളെ അറിയത്തില്ല. ഇവരെന്നെ പ്രസവിക്കുന്നതിന് മുമ്പേ അയാൾ ആന തട്ടിക്കാണും. എടാ, ഇടയ്ക്ക് കയറി ശല്യപ്പെടുത്താതെ ഈ കഥ കേക്ക്. ഒറ്റശേഖരമംഗലം കൊച്ചുകേശവൻ എന്ന ആനയുടെ പാപ്പാനായിരുന്നു പാച്ചുവാശാൻ. ആസാമിന്ന് കൊണ്ടുവന്ന ആന ആയതുകൊണ്ട് കൊച്ചുകേശവന് മലയാളം അറിഞ്ഞൂടാ. എഞ്ചുവടി കൊടുക്കായിരുന്നില്ലേ ആനയ്ക്ക്? അല്ലെങ്കിലേ പള്ളിക്കൂടത്ത് ചേർത്താലും മതിയായിരുന്നു. ഒരു രോഗവിവരം പറയുമ്പം ഇമാതിരി ഊതരുത്. കൊച്ചമ്മണി അമ്മ പറയട്ടെ വേണുവേ, അവർക്ക് അവസരം കൊടുക്ക്. ഈ ആനെ കള്ളു കുടിക്കും. ഏതെങ്കിലും കള്ളു ഷാപ്പ് കണ്ട ഉടനെ അങ്ങോട്ട് കയറി ചെല്ലും. ഇടത്തിയാനെ, വലത്തിയാനെ, സിറ്റിയാനെ എന്ന് പറഞ്ഞാലൊന്നും ആനയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല.